യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ വൻ ഒത്തുകളി നടന്നതായി കണ്ടെത്തൽ. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തി, മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല, അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു തുടങ്ങിയ കണ്ടെത്തലുകളാണ് SIT നടത്തിയത്. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ശരണ്യ, സ്വാഭാവികമാണ്, കാരണം മുഖ്യമന്ത്രി മാത്രം അടുപ്പമുള്ളവരാണ്, മുഖ്യമന്ത്രി സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നവരാണ്. അവരെ സംരക്ഷിക്കാനുള്ള നീക്കം സ്വാഭാവികമായും കഴിഞ്ഞ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാം. പക്ഷേ അത് ഏത് രീതിയിലാണ് ആ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം അന്ന് നടന്നത്? പുതിയ അന്വേഷണ സംഘം വരുന്നു. ഈ കേസിൻ്റെ അന്വേഷണം നിലവിൽ എങ്ങനെയാണ്? ടോം, ഇപ്പോൾ ഈ കേസ്, അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴ ജില്ലയിൽ നവകേരള യാത്രയുടെ ബസ് കടന്നുപോയ സമയത്ത് പ്രതിഷേധിച്ച AD തോമസ്, അന്നത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും ഒപ്പം തന്നെ അജിജി കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് SIT സംഘം പോകുന്നത്. ഈ കേസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതാണ്. അതിനുശേഷം പിന്നീട് VD സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു ഈ SITയുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ഈ കേസ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആദ്യഘട്ടത്തിൽ സൗത്ത് പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി സ്വീകരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഈ ഗൺമാന്മാർക്കെതിരെയുള്ള പരാതി പിന്നീട് കോടതിയിൽ പോയാണ് അത്തരത്തിൽ ഒരു കേസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ പരാതിക്കാരായ ജെയിൻ തോമസും നേടിയെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ SIT നടത്തിയ അന്വേഷണത്തിൽ ഈ കേസ് റഫർ ചെയ്യാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതായത് മാധ്യമപ്രവർത്തകർ അടക്കം ദൃശ്യങ്ങൾ നൽകിയിട്ടും മൊഴി നൽകിയിട്ടും അത്തരമൊരു വിവരമോ ദൃശ്യമോ CCTV ദൃശ്യമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ പകർത്തിയ ദൃശ്യങ്ങളോ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ DYSP ഈ കേസ് എഴുതള്ളാനുള്ള റഫർ റിപ്പോർട്ട് കൊടുത്തത്. അന്ന് തന്നെ ഇത് വിവാദമാവുകയും ഇവർ കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. തുടരന്വേഷണം വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും അത് പിന്നീട് അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ ഇവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, പ്രാഥമികമായി സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ മൊഴി നൽകിയത്. ആദ്യ തുടക്കഘട്ടത്തിൽ ഈ കേസിൽ ആ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ വീഴ്ചയുണ്ട് എന്നുള്ളതാണ്. മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നു. അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ വിഷയത്തിൽ പോലീസുകാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങൾ ഇവർക്ക് അന്വേഷണ സംഘത്തിൽ നേരത്തെ ലഭ്യമായില്ലെന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് തിരുവനന്തപുരത്തേക്ക് അത് പരിശോധനക്കായി അതിന്റെ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ കേസ് ഡയറി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ കേസിന്റെ മറ്റ് ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല. അതായത് ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നല്ലോ സന്ദീപും അൽക്കല്ലൂരുമായിരുന്നു ഈ കേസിലെ പ്രതികൾ. അവരുടെ കൂടെ 2 കണ്ടാൽ അറിയാവുന്ന ഈ സുരക്ഷാ ജോലി വഹിച്ചിരുന്ന 2 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. 2 ഇവരുടെ ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനത്തിലൂടെ കടന്നു പോകേണ്ട ആളുകളാണ് ഇവർ. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കേണ്ടവരാണ്. ആ വാഹനം കടന്നു പോയിട്ട് ഇവർ ഈ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ കൈവശം കരുതാൻ പറ്റില്ലാത്ത ലാത്തി ഉൾപ്പെടെയുള്ള വലിയ വടികൾ ഉപയോഗിച്ചായിരുന്നു ഈ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ മർദ്ദിച്ചത്. അതൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ്. വകുപ്പുകൾക്കകത്തും ഇവർക്കെതിരെ സംഘം ചേർന്ന് മർദ്ദിക്കൽ അടക്കമുള്ള ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് AD തോമസിന്റെ തലയ്ക്കാണ് അടിയേൽക്കുന്നത്. ആവർത്തിച്ച് വീണ്ടും തല പൊട്ടിച്ച് അവരെ വിളിക്കുന്നത് കണ്ടിട്ട് വീണ്ടും ആവർത്തിച്ചവരെ അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമായ വീഡിയോകളിൽ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിൽ പോലും ഇവർക്ക് നിസ്സാരമായി ജാമ്യം കിട്ടുന്ന സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് പോകാവുന്ന വകുപ്പുകളാണ് അവർക്ക് ഇട്ടിരുന്നത്. ഇത്തരത്തിൽ തലയ്ക്കടിയേൽക്കുന്നു, ബോധപൂർവ്വം വീണ്ടും അടിക്കുകയൊക്കെ ചെയ്ത് സ്വാഭാവികമായും അത് വധശ്രമം അടക്കമുള്ള വകുപ്പുകളിലേക്ക് പോകേണ്ടതാണ്. അത്തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടെ അവർ വീഴ്ച വരുത്തി എന്നുള്ളത് ആണ് കണ്ടെത്തൽ.
അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ്. എന്തായാലും ഈ കേസ് അന്വേഷണം അടിമുടി അട്ടിമറിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഇവരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് അടക്കം പൂഴ്ത്തി എന്നുള്ള വിവരങ്ങൾ ആണ് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കും സൗത്ത് പോലീസിന് അങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം പ്രബലന്മാരായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അത് രക്ഷാപ്രവർത്തനം എന്ന പേരിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചത്. പിന്നീട് ആ കേസ് അട്ടിമറിക്കാനും നീക്കമുണ്ടായി. എന്തായാലും പുതിയ അന്വേഷണ സംഘം വന്നിരിക്കുന്നു. ഇവർക്ക് നീതി കിട്ടണം. കാരണം മാത്രമല്ല ഇങ്ങനെ അകാരണമായി പ്രതിഷേധിച്ചവരെ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.